ഇന്നിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഒരാൾ ഒരുപാട് പ്രാവശ്യം ഹീറോയിനൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് അയാളുടെ പേഴ്സണൽ ലൈഫിലും അയാൾ അങ്ങനെ തന്നെ അങ്ങനെ ഒരു വ്യക്തി ആവണം എന്നില്ല എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ മറ്റു പല മേഖലകളിലും നമുക്ക് ആ ഒരു ധാരണ വരുന്നില്ല എന്നതാണ് പ്രശ്നം. നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, ഒരാളുടെ പ്രൊഫഷനും അയാളുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ ഒരിക്കലും സെയിം ആവണം എന്ന് ഒരു നിർബന്ധമില്ല. ചില കേസിൽ സം കണക്ഷൻസ് ഉണ്ടായിരിക്കും. കാരണം ഒരാളുടെ പേഴ്സണൽ ട്രേഡ്സ് ചില ജോബിന് വേണ്ടിയിട്ട് അയാൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത പക്ഷം പേഴ്സണാലിറ്റിയും പ്രൊഫഷനും രണ്ട് രീതിയിലായിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താ, അയാളുടെ നോളജ്, സ്കിൽ, അയാളുടെ പെർഫോമൻസ്, അയാൾക്ക് അതിനൊരു റെമ്യൂണറേഷൻ ഉണ്ട് അല്ലെ, അതിനനുസരിച്ചിട്ടാണ് അയാളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അയാളുടെ ബിലീഫ്സ് ഉണ്ടായിരിക്കും, തോട്ട് പാറ്റേൺ ഉണ്ടായിരിക്കും, അയാളുടെ വാല്യൂസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ടായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചില കണക്ഷൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളുടെ പ്രൊഫഷൻ വെച്ചിട്ട് അയാളുടെ സ്വഭാവം ഇന്നതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു പോലീസ് ഓഫീസർ, അയാളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അയാൾ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് കരുതി, അല്ലെങ്കിൽ വീട്ടിലൊരു പക്ഷേ അയാൾ അങ്ങനെ ഒരാളെ ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാള്, ഒരു പബ്ലിക് സ്പീക്കർ എന്ന് പറയുമ്പോൾ അയാളുടെ ജോലി അതായിരിക്കാം, അതിന് അയാൾക്കൊരു വരുമാനമുണ്ട്, അയാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അയാൾ അവിടെ കാണിച്ചാലേ അയാൾക്ക് അതിനൊരു വരുമാനം കിട്ടുള്ളൂ അല്ലെ, അതിലൊരു ഗ്രോത്ത് അയാൾക്ക് ഉണ്ടാവുള്ളൂ എന്ന് കരുതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഉൾക്കൊണ്ടതാണ് അയാളുടെ ലൈഫ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.